ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യു വാലറ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സിലെ മോഡൽ പരീക്ഷയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനും ഒക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങൾ +2 ഫിസിക്സിലെ നിർബന്ധമായിട്ട് നോക്കേണ്ട കുറച്ച് പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ പല സ്ഥലത്തു നിന്നായി കേൾക്കുന്നു, ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ചേഞ്ച് ഉണ്ട്, ടഫായ ചോദ്യങ്ങളാവാം, ആപ്ലിക്കേഷനിലെ ചോദ്യങ്ങളുണ്ടാവും, കൂടുതലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കുറച്ചധികം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നോക്കി വെക്കുന്നത് നല്ലതാണ്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ 4 വർഷമായിട്ട് സാധാരണ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസാണ് ചോദിക്കാറുള്ളത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരെ, കുറച്ചും കൂടി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷനിലെ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് പുതിയ പാറ്റേണിലുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ടഫാണെന്ന് തോന്നുമെങ്കിലും സംഭവം ഇക്വേഷൻ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസേഴ്സൊക്കെ കിട്ടും. അപ്പോൾ കുറച്ച് ന്യൂമറിക്കൽ പല പാഠങ്ങളിൽ നിന്ന് ക്ലബ് ചെയ്ത് കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതേ മോഡൽ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നാൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പല കുട്ടികൾക്കും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എങ്ങനെ ചെയ്യുക, കാൽക്കുലേഷൻസ് ഒന്നും പലർക്കും അറിയാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കുറേ ടൈപ്പ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം കേട്ടോ. ഇന്ന് നിങ്ങൾ എന്തായാലും നാളത്തെ +2 ഫിസിക്സ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പഠിക്കേണ്ട ചോദ്യങ്ങൾ ഏതാണെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം കാണാം. തൊട്ട് മുമ്പ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു 15 ഡെറിവേഷൻസ് ഉണ്ട്. അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ താഴെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്. ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറാം. അവിടെ ഫിസിക്സിന് ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫിസിക്സിലെ ഉറപ്പുള്ളൊരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗോസസ് ലോ, കപ്പാസിറ്റേഴ്സ് സീരീസ്, പാരലൽ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, ബയോ-സാവർട്ട് ലോയുമായി ബന്ധപ്പെട്ടൊരു ഡെറിവേഷൻ, പാരാ ഫെറോ, AC ജനറേറ്റർ, ഇംപീഡൻസ് ഓഫ് LCR സീരീസ് സർക്യൂട്ട്, ലെൻസ് മേക്കേഴ്സ്, പ്രിസം, ഈ ഒരു ഡെറിവേഷൻ, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, പ്രൂഫ് ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, ഫുൾ വേ റെക്ടിഫയർ, ഹാഫ് വേ റെക്ടിഫയർ. ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉറപ്പുള്ള ഡെറിവേഷൻസ് ആണ്. ഈ ഉറപ്പുള്ള ഡെറിവേഷൻസ്, ഈ 15 ക്വസ്റ്റ്യൻസ് ഉറപ്പുള്ളത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് ബി ആണ്. ബി എന്ന് പറയുന്ന ആളാണ് മാഗ്നറ്റിക് ഫീൽഡ്. അറ്റ് എ പോയിന്റ് ഡ്യൂ ടു സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറണ്ട്. ഇത് 4ാമത്തെ ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. ആംപിയർ സർക്യൂട്ട് ലോയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്, ഒരു നീളമുള്ള ഒരു ദണ്ട് കണ്ടക്ടർ ഉണ്ട്. ഇതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നാണ് ചോദ്യം. ആ എക്സ്പ്രഷൻ ഒന്ന് എഴുതാൻ മാത്രമാണ് ചോദ്യം തന്നിട്ടുള്ളത്. സോ അതിൻ്റെ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ബി ഡ്യൂ ടു സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറണ്ട്. കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് μ0I/2πr ആണ്. പഠിച്ചു വയ്ക്കുക, എക്സ്പ്രഷൻ പഠിച്ചു വയ്ക്കുക കേട്ടോ. ബി മാഗ്നറ്റിക് ഫീൽഡാണ്, I കറണ്ടാണ്, R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഇത് ആരുടെയാണ്? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. ഞാൻ തൊട്ട് താഴെ 2 മാർക്കിനൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ചെയ്ത് നോക്കാം. എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് എ കറണ്ട് ഓഫ് 20 ആംപിയർ. ഓക്കെ, ഇവിടെ കറണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 20 ആംപിയർ ആണ് കറണ്ട്. 20 അല്ല, 10 ആംപിയർ ആണ് കേട്ടോ. 10 ആംപിയർ ആണ് നിങ്ങൾക്ക് കറണ്ട് തന്നിട്ടുണ്ട്. ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ അത് I ആണ്. I തന്നിട്ടുണ്ട് 10 ആംപിയർ. അപ്പോൾ അറിഞ്ഞിരിക്കുക, കറണ്ട് എന്ന് പറയുന്നത് ആംപിയറിലാണ് പറയുക. A എന്ന് പറഞ്ഞാൽ അപ്പം അത് കറണ്ടാന്ന് അറിഞ്ഞിരിക്കുക. ഫൈൻഡ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അറ്റ് എ പോയിന്റ് 5 സെൻറ്റിമീറ്റർ ഫ്രം ഇറ്റ്. അപ്പോൾ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ തന്നെയാണ്. അതിൻ്റെ ഐയും തന്നിട്ടുണ്ട്. അവിടെ അത് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്, റേഡിയസും നമുക്ക് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഐയും ആറും ആണ് ഇവിടെ തന്നിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കറണ്ട് I 10 ആംപിയർ എന്ന് തന്നു, ഡിസ്റ്റൻസ് R 5 സെൻറ്റിമീറ്റർ എന്ന് തന്നു. എപ്പോഴും സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക കേട്ടോ. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 5 ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്യേണ്ടത്.
ഇതൊക്കെ കാൽക്കുലേറ്ററിൽ ചെയ്യാൻ സംശയമുള്ള ആൾക്കാർ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും. അത് മീറ്റർ എന്ന് എഴുതുക. അപ്പോൾ ഐ തന്നു, സെൻറ്റിമീറ്ററിൽ നമുക്ക് റേഡിയസ് തന്നു, നമ്മളതിനെ മീറ്റർ ആക്കി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? മാഗ്നറ്റിക് ഫീൽഡാണ്. നമുക്കിത് ഇക്വേഷൻ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ്? μ0I/2πr എന്നാണ്. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0യുടെ വാല്യൂ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. μ0 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവണമെന്നില്ല. μ0യുടെ വാല്യൂ 4π × 10⁻⁻7 ആണ് കേട്ടോ. ഇനി ഐ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 10 ആണ്. സോ 10 കൊടുക്കാം. ഇനി ഇവിടെ 2 × π എന്നൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 3.14 എന്ന് കൊടുത്തോ. റേഡിയസ് 0.05 എന്ന് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പൈ ഉണ്ടല്ലോ അല്ലേ, നമുക്ക് ഈ പൈ ഇവിടുത്തെ പൈ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. 4πയും 2πയും എന്നല്ലേ. μ0 എന്ന് പറഞ്ഞാൽ 4π എന്നാണ്. അപ്പോൾ ഈ പൈ അങ്ങോട്ട് പൊക്കോട്ടെ. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യാം. അപ്പോൾ 4ഉം 2ഉം 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി നിങ്ങൾക്ക് 10 ഉണ്ട്, 2 ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ 20 × 10⁻⁻7 ഉണ്ട്. പൈ നമ്മൾ ക്യാൻസൽ ചെയ്തു. 4/2 നമ്മൾ ക്യാൻസൽ ചെയ്ത് 2 ആക്കി. 2 × 5 20, 2 × 10 20 ആക്കി. 20 × 10⁻⁻7 മുകളിലും താഴെ 0.05. അപ്പോൾ ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. കാൽക്കുലേറ്ററിലാണെങ്കിൽ ഡിവൈഡ് ചെയ്യുക. 20/0.05 ചെയ്തിട്ട് ഇതിട്ട് കൊടുത്താലും മതി. നിങ്ങൾക്ക് ആൻസറായി. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കാം. ഇനി കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോൾ പലർക്കും എങ്ങനെ ചെയ്യാമെന്ന് ഇപ്പോഴും അറിയില്ല. കാൽക്കുലേറ്ററിൽ ശരിക്കും എങ്ങനെ ചെയ്യാമെന്ന് അറിയാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇതേപോലെ ചെയ്യുക. ഓരോരോ പീസുകളായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 400 ആൻസർ വരും ഡിവൈഡ് ചെയ്യുമ്പോൾ. സോ 400 എന്ന് തന്നെ കൊടുത്തോ × 10⁻⁻7 എഴുതി അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 സീറോസിൻ്റെ പൊസിഷൻ മാറ്റിയിട്ട് 2 0 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കൊടുത്താൽ 2 നമ്പർ ഇപ്പുറത്തേക്ക് കൊടുത്താൽ 10⁻⁻7 എന്നുള്ളത് 10⁻⁻5 ആവും. സോ 4 × 10⁻⁻5 എന്ന് കൊടുത്താലും ആൻസർ കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇതെന്താണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആൻസർ കിട്ടി. ഇതിൻ്റെ യൂണിറ്റ് ടെസ്ല. ടി എന്ന് കൊടുക്കുക, ക്യാപിറ്റൽ ടി, ടെസ്ല കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. μ0യുടെ വാല്യൂ പഠിച്ചോ? 4π × 10⁻⁻7 ആണ്. μ0യുടെ വാല്യൂ 4π × 10⁻⁻7. മറക്കണ്ട. ഐ കൊടുക്കുക, 2π 6 കൊടുക്കുക, ക്യാൻസൽ ചെയ്യുക, ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡ് എടുത്തിട്ടുണ്ട്. ആ സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡെറിവേഷനാണ്. ഇത് പലരും നോക്കാതെ പോകുന്നൊരു ഡെറിവേഷനാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിക്കാറുള്ള ഒരു ഡെറിവേഷൻ കൂടിയാണിത്. അപ്പോൾ നിർബന്ധമായിട്ടും ഇത് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് നമുക്ക് കടക്കാം. ഇതിന് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കണം. കാരണം ഇതിന് തൊട്ട് മുമ്പ് പല ഡെറിവേഷൻസ് ഉണ്ട്. അതിൽ നിന്നൊക്കെയാണ് ഈ എക്സ്പ്രഷൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണെന്ന് നോക്കുക. സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ് ആണ് കേട്ടോ. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ് എന്നാണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് L ആണെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. ഒരു സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് L കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എഴുതാം. ഇപ്പോൾ ഒരു സോളിനോയിഡിൽ, ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സംഭവമാണ് നിങ്ങൾ വിചാരിച്ചു. സോളിനോയിഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. നമ്മൾ ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഒരു സോളിനോയിഡ് ഇതുപോലെ ഇങ്ങനെയാണ് സോളിനോയിഡ് പോവുക. ആദ്യത്തെ കേസ് നിങ്ങൾ എഴുതി വെക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. നമ്മളിപ്പോൾ ഒരു സോളിനോയിഡ് ഉണ്ട്, അതിന് L ലെങ്ത് ആണ്. ചെറിയൊരു ഭാഗത്ത് N നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ ചെറിയ യൂണിറ്റ് ലെങ്ത്തിലൊക്കെ ചെറിയൊരു ഭാഗത്ത് N നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. മൊത്തം നീളം L ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് കണ്ടുപിടിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സോളിനോയിഡ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരു സോളിനോയിഡ്, ആ സോളിനോയിഡ് ഇപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഇതാണ് സോളിനോയിഡ് എന്ന് വിചാരിച്ചോ. ഈ സോളിനോയിഡിലെ L ലെങ്ത്ത് ടോട്ടലി മൊത്തം നീളം L ആണ്. ചെറിയൊരു ഭാഗത്തെ നമ്പർ ഓഫ് ടേൺസ് N ആണ്. യൂണിറ്റ് ലെങ്ത്ത് എന്നൊക്കെ പറയും. ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ചെറിയൊരു ഭാഗം.
ചെറിയൊരു ലെങ്ത്തിൽ, യൂണിറ്റ് ലെങ്ത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 1 മീറ്റർ എന്ന് വിചാരിച്ചോ. ആ 1 മീറ്ററിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, ചുറ്റുകളുണ്ട്, വട്ടങ്ങളുണ്ട്. അപ്പോൾ L ലെങ്ത്തിൽ എത്ര ഉണ്ടാവും? ടോട്ടൽ n ഇൻറ്റു L ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എത്രയാണോ അതിൻ്റെ ലെങ്ത്ത്, ആ ലെങ്ത്ത് ഇൻറ്റു ചെറിയ ഭാഗത്ത് എത്രയാണ്. ഇപ്പോൾ ഒരു യൂണിറ്റ് മീറ്ററിൽ n ആണ്. ഇപ്പോൾ യൂണിറ്റ് 1 മീറ്റർ എടുത്തോ, 1 മീറ്ററിൽ സ്മോൾ ലെറ്റർ n ആണെങ്കിൽ L മീറ്ററിലോ n ഇൻറ്റു L ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കുക, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഒരു സോളിനോയിഡ് എടുത്താൽ മൊത്തം ചുറ്റുകളുടെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു L ആണ്. ചെറിയൊരു ഭാഗത്തെ ഇൻറ്റു ടോട്ടൽ ലെങ്ത് എടുക്കുക. ഇനി അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു കാര്യം, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഇത് നിങ്ങൾക്കൊരു ഡെറിവേഷനായിട്ട് 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഈ ഡെറിവേഷൻ പഠിച്ചു വെക്കേണ്ട ഡെറിവേഷനുമാണ്. നമുക്കിവിടെ ഇപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ മാത്രം മതി. ഇത് സെപ്പറേറ്റ് പരീക്ഷയ്ക്ക് ഡെറിവേഷനായിട്ട് ചോദിക്കാറുണ്ട്, 4ാമത്തെ പാഠം കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ ലോങ് സോളിനോയിഡ്. ഒരു സോളിനോയിഡ് എടുത്താൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഇവിടുത്തെ ചോദ്യം സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ചിലപ്പോൾ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ആവും ചോദിക്കുക. അത് 4th ചാപ്റ്ററിലാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ മാത്രം മതി. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് B ആണ്. B എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. സോ അറിഞ്ഞിരിക്കുക, ഇതിപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കുക, ഈ ഒരു വാല്യൂ, ഈ ഒരു എക്സ്പ്രഷൻ അറിഞ്ഞു വെച്ചാൽ മതി. എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരു സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് B എന്ന് പറയുന്നത് അത് μ0 ആണ്. 4ാമത്തെ ചാപ്റ്ററിലെ ഡെറിവേഷനിൽ ഇത് പഠിക്കാനുണ്ട്. അറിയില്ല എന്നുള്ളവർ, ഈ ഡെറിവേഷൻ അറിയാത്തവർ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. അവിടെ ഞാൻ അതിൻ്റെ ആൻസർ കൊടുക്കാം കേട്ടോ. ഇതും സെപ്പറേറ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ഡെറിവേഷനാണ്. ഇത് ഈ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതല്ല ചോദ്യം, ഇവിടുത്തെ ചോദ്യം സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. സോ അത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എഴുതി. നെക്സ്റ്റ് ഇത് അറിഞ്ഞിരിക്കണം, ഇത് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കുക. ഒരു സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, അറിഞ്ഞിരിക്കണം. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അത് φ ആണ്. അതിൻ്റെ ഇക്വേഷൻ B.A ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ φ = B.A. ഇത് നിങ്ങൾക്ക് 6ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ മാഗ്നറ്റിക് ഫ്ലക്സ് φ = B നമുക്കറിയാം μ0 ni. ഏരിയ ഉണ്ട് A, അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാം μ0 ni A നമുക്ക് കിട്ടി. ഇനി ഇപ്പോൾ ഇതാ നമുക്ക് ഫ്ലക്സ് ആണ് കിട്ടുക. നമുക്ക് ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാം. ടോട്ടൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടല്ലോ. സോ ഇതിപ്പോൾ ചെറിയൊരു ഭാഗത്ത് ഉണ്ടാവുന്ന ഫ്ലക്സ് ആണ്. നമ്മളിനി ടോട്ടൽ ഫ്ലക്സ് ത്രൂ n ടേൺസ്, ടോട്ടൽ ഫ്ലക്സ് ത്രൂ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, n ചുറ്റുകളുണ്ട്, മൊത്തം n ടേൺസ് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എങ്ങനെ കാണാം? ഈ ഫ്ലക്സ് ഇൻറ്റു μ0 ni A ഇൻറ്റു എന്ത് കൊടുക്കണം? എത്ര ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, NL ആണ്. സോ n ഇൻറ്റു എല്ലും കൂടി കൊടുക്കുക. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്തായി? 2n വരും അല്ലേ. സോ μ0 n 2 ഉണ്ട്. സോ n ഇൻറ്റു n². പിന്നെ ഒരു I ഉണ്ട്, A ഉണ്ട്, L ഉണ്ട് അല്ലേ. അപ്പോൾ L ഉണ്ട്, A ഉണ്ട്, I ഉണ്ട്, ഒക്കെ കൂടി ഒരുമിച്ച് അങ്ങോട്ട് എഴുതി. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് കിട്ടി. ഇനി ഈ ടോട്ടൽ ഫ്ലക്സ് നമുക്ക് ശരിക്കും സെൽഫ് ഇൻഡക്റ്റൻസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഒന്നാണ്. ഫ്ലക്സ് = Li എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു സോളിനോയിഡ് എടുക്കുകയാണെങ്കിൽ ആ സോളിനോയിഡിൽ, ബാക്കി എന്താ ഇവിടെ എഴുതുന്നുണ്ട്, ആ സോളിനോയിഡിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? Liക്ക് ഈക്വലാണ്. ഫ്ലക്സ് = Li. ഇതിൽ നമുക്ക് L ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു സോളിനോയിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലക്സും അതുപോലെ തന്നെ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ശരിക്കും Li ആണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഫ്ലക്സ് കിട്ടി, φ കിട്ടി, μ0 n² LAI നീട്ടി. നമുക്കിത് എവിടെ ഇട്ട് കൊടുക്കാം? ഈ ഫ്ലക്സിൻ്റെ അവിടെ ഇപ്പോൾ കിട്ടിയത് ഇട്ട് കൊടുക്കാം. μ0 n² LAI = Li എന്ന് കൊടുക്കാം. I ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? L = L കണ്ട, L ആണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഒരു സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് നമുക്ക് കിട്ടും. L = എന്ത് കിട്ടും? μ0 n². പിന്നെ ഒരു എയും ഉണ്ട്, ഒരു എല്ലും ഉണ്ട്. μ0 n² AL ആണ്. അറിഞ്ഞിരിക്കുക. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ചില അപ്ലിക്കേഷനിൽ ചോദ്യമോ ന്യൂമറിക്കൽസോ ഒക്കെ ചോദിച്ചാൽ ഇത് അറിഞ്ഞിരിക്കണം.
അപ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്തത്? ചോദ്യം എന്താ? സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് കണ്ടുപിടിക്കുക. ക്യാപിറ്റൽ N എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തം എത്ര ടേൺസ് ഉണ്ട്? അത് N ഇൻറ്റു L, സ്മോൾ ലെറ്റർ N ഇൻറ്റു L. ഇനി സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ പറഞ്ഞിരിക്കുക μ0 NI ആണ്. I കറണ്ട് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇനി ഫ്ലക്സ് ഇൻഡിക്കേഷൻ B.A, B കിട്ടി, A കൊടുക്കാം, ഫ്ലക്സ് കിട്ടി. സോ ടോട്ടൽ ഫ്ലക്സ് കാണാൻ ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ഈ N എന്താണെന്ന് കൊടുക്കണം. N സ്മോൾ ലെറ്റർ NL ആണ്, അത് കൊടുത്തു. ഇതുപോലെ എഴുതി. സോ ഫ്ലക്സ് നമുക്ക് ഒരെണ്ണം കിട്ടി. ശരിക്കും ഫ്ലക്സ് ഇൻഡിക്കേഷൻ്റെ LI ആണ്. സോ ഈ ഫ്ലക്സ് എഴുതി, ഈ ഫ്ലക്സ് എഴുതി, I ക്യാൻസൽ ചെയ്താൽ സെൽഫ് ഇൻഡക്റ്റൻസ് L കിട്ടി. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. പലരും വിട്ടുപോകുന്നൊരു ഡെറിവേഷനാണ്, വരാൻ സാധ്യതയുള്ള ഡെറിവേഷനാണ്, പഠിച്ചു വയ്ക്കണം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ഡ്രോ ദ ഡയഗ്രാം. ഇതിൽ തന്നെ നമുക്കൊരു ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ് നമ്മൾ പഠിച്ചു. 2 മാർക്കേ ഉള്ളൂ. അത് 4-5 സ്റ്റെപ്പുകളുള്ളൂ, പഠിച്ചു വയ്ക്കുക. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നമ്പർ ഓഫ് ടേൺസ് ഇൻ എ സോളിനോയിഡ് ഇസ് ഡബിൾ. നമുക്കിപ്പോൾ കിട്ടിയത് എന്താ? സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ് എന്താ? μ0 N² AL എന്ന് കിട്ടിയില്ലേ? എന്താ μ0 N² AL എന്ന് നമുക്ക് കിട്ടി. ഇപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷനാണ്, സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷനാണ്. ഇവിടുത്തെ ചോദ്യം നോക്കിക്കോ. നമ്പർ ഓഫ് ടേൺസ് ഇൻ എ സോളിനോയിഡ് ഇസ് ഡബിൾഡ്. നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ, കീപ്പിംഗ് ദ ലെങ്ത് സെയിം ആക്കി നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആക്കിയാൽ വാട്ട് ഹാപ്പൻസ് ടു സെൽഫ് ഇൻഡക്റ്റൻസ് വാല്യൂ? ഈ നമ്പർ ഓഫ് ടേൺസ് ഈ Nൻ്റെ വാല്യൂ ഡബിൾ ആക്കിയാൽ എന്താ സംഭവിക്കുക? ഡബിൾ ആവുമ്പോൾ ഇപ്പോൾ N² എന്നാണ്. ഇവിടെ N ഡബിൾ ആക്കി എന്ന് പറഞ്ഞാൽ ശരിക്കും N² എന്നാണ്. N അപ്പോൾ ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ 2N² എന്നായി. ശരിക്കും N² എന്നാണ്. ഡബിൾ ആക്കി എന്ന് പറഞ്ഞാൽ 2N എന്നായി, ഡബിൾ ആയി 2. അപ്പോൾ എന്താവും? 2² എന്താവും? 4N² എന്നാവും. ശരിക്കും N² എന്നായിരുന്നു. ഡബിൾ ആക്കുമ്പോൾ എന്തായി? 4N² ആയി. അതായത് വാട്ട് ഹാപ്പൻസ് ടു സെൽഫ് ഇൻഡക്റ്റൻസ്? ഈ Lൻ്റെ വാല്യൂ എന്താവും? 4 ടൈംസ് ആവും എന്നാണ് അർത്ഥം. അപ്പോൾ എഴുതി വെക്കേണ്ടത് വെൻ ടേൺസ്. ഇവിടുന്ന് അങ്ങോട്ട് എഴുതി വെക്കുക. വെൻ ടേൺസ് ഇൻ എ സോളിനോയിഡ് ഇസ് ഡബിൾഡ്. ഡബിൾ ആക്കി കഴിഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ് വിൽ ഇൻക്രീസ് ബൈ 4 ടൈംസ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും ബൈ 4 ടൈംസ്. 4 ഇരട്ടി ഡബിൾ ആവും. 4 ഇരട്ടി ആവുമെന്ന് എഴുതി വയ്ക്കുക കേട്ടോ. ഇനി അടുത്തൊരു ചെറിയൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും അതൊക്കെ നോക്കാം. ഡ്രോ ദ ഡയഗ്രാം ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. നിങ്ങൾ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും പഠിക്കണം. ഇത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പല ചാപ്റ്ററിൽ ക്ലബ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ് നോക്കണേ. ഡയഗ്രാം ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇതിൻ്റെ ഡയഗ്രാം ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. സ്റ്റെപ്പ് അപ്പ് നിങ്ങളിത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത ആദ്യം അറിഞ്ഞിരിക്കുക. 2 കോയിൽ നിങ്ങൾ ആദ്യം ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ കൊടുക്കുക. 2 കോയിൽ ഉണ്ടാവും, പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും. ഇത് വേണമെങ്കിൽ പ്രൈമറി, ഇത് സെക്കൻഡറി കോയിലിന് കൊടുക്കാം. അപ്പം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത ഇതാണ്. ഇവിടെ തിക്ക് വയറായിരിക്കും യൂസ് ചെയ്യുക, നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. നല്ല തിക്ക് വയർ യൂസ് ചെയ്യും, നമ്പർ ഓഫ് ടേൺസ് കുറവാണ് സ്റ്റെപ്പ് അപ്പിൽ. ഇവിടെ എന്തായിരിക്കും? നല്ല തിന്ന് വയറായിരിക്കും യൂസ് ചെയ്യുക, കുറേ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടായിരിക്കും കേട്ടോ. കുറേ നമ്പർ ഓഫ് ടേൺസ് കുറേ ഉണ്ടാവും. ഇതാണ് സ്റ്റെപ്പ് അപ്പ്. സ്റ്റെപ്പ് ഡൗൺ വരയ്ക്കാൻ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് വരയ്ക്കുക. ഇത് ഇവിടെയും വരയ്ക്കുക, അത്രേ ഉള്ളൂ. സോ സ്റ്റെപ്പ് അപ്പ് വരയ്ക്കാൻ പറഞ്ഞാൽ അങ്ങനെയാണ്. കുറച്ചുകൂടി കറക്റ്റായിട്ട് കാണിക്കണമെങ്കിൽ ഇങ്ങനെ വരും, കണ്ടോ? ഇത് സ്റ്റെപ്പ് അപ്പ് കേട്ടോ. ഇനി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി, നന്നായി ശ്രദ്ധിക്കുക, തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതണം. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ആണ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ്. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ N ആണ്. നമ്പർ ഓഫ് ടേൺസ് N ആണ്. N ഇൻ പ്രൈമറി, NP തന്നിട്ടുണ്ട് 100. കണ്ടോ? ഇങ്ങനെയാണ് നിങ്ങൾ തന്നിരിക്കുന്ന സംഭവങ്ങൾ എടുത്ത് എഴുതുക. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ N, പ്രൈമറി എന്ന് പറഞ്ഞാൽ P, അത് 100 ആണ് തന്നു. ഓക്കെ. ആൻഡ് ദ വോൾട്ടേജ് അപ്ലൈഡ്, അവിടെ തന്നെയുള്ള വോൾട്ടേജ് ആണ്, അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രൈമറി. സോ VP എന്ന് പറയാം.
പ്രൈമറിയിലുള്ള വോൾട്ടേജ് നമുക്ക് തന്നു. വോൾട്ടേജ് 230 വോൾട്ടേജും തന്നു. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി? അപ്പോൾ വോൾട്ടേജ് ഇൻ സെക്കൻഡറി ആണ് ചോദ്യം. VS ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് 250, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ NS 250 ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ എടുത്ത് എഴുതുക. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് എടുത്ത് എഴുതുക. ഇവർ തമ്മിലൊക്കെ കണക്ട് ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. എന്താണ് ഇക്വേഷൻ അറിയോ? VS/VP ഈക്വൽ ടു NS/NP ഈക്വൽ ടു IP/IS. ഇത് മൂന്നും കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇവിടെ നമുക്കിപ്പോൾ ഇവർ രണ്ടാളെയും മതി. വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസ് കണക്ട് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം വേണ്ട. ഇനി കറണ്ടൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് എടുക്കാം. VS/VP ഈക്വൽ ടു NS/NP നമുക്ക് എഴുതാം. തന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആരാണ്? തന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവരൊക്കെയാണ്. NP ഉണ്ട്, VP ഉണ്ട്, NSൻ്റെ VS ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ VSനെ മാത്രം ഇടം നിർത്തുക. VS മാത്രം ഇടം നിർത്തി കഴിഞ്ഞാൽ NS/NPയുടെ അടുത്തേക്ക് ആര് പൊക്കോളും? ഈ VP മുകളിലേക്ക് പോകും കേട്ടോ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇനി താഴെയുള്ള ആൾ അങ്ങോട്ട് മുകളിലേക്ക് പോകും. നമുക്ക് എല്ലാതും ഇട്ട് കൊടുക്കാം. NS നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 250 തന്നിട്ടുണ്ട്. VP നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 230. NP നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 100 ടേൺസ്. ഇവിടെ കേട്ടോ VS VP സംഭവങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു എന്നുള്ളൂ. ഇതൊക്കെ ഇട്ട് കൊടുക്കുക. നമുക്ക് ആൻസർ ചെയ്താൽ അത്ര തന്നെ 575 വോൾട്ടേജ് എന്ന് വരും. അത്രയാണ് അതിൽ ചെയ്യാനുള്ളൂ കേട്ടോ. ഇപ്പോൾ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ, അതുപോലെ പ്രോബ്ലം ക്വസ്റ്റ്യൻ, എനർജി ലോസസിൻ്റെ ട്രാൻസ്ഫോമർ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഒരു ട്രാൻസ്ഫോമറിലെ എനർജി ലോസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്. ഏതൊക്കെ എനർജി ലോസസ് എന്നറിയാലോ? കോപ്പർ ലോസ്, എഡ്ഡി കറണ്ട് ലോസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലോസ്, ഹിസ്റ്റീരിസിസ് ലോസ്. 4 പേരുകളും അതിനെക്കുറിച്ചൊക്കെ ഒരു ലൈനെങ്കിലും പഠിച്ചു വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ സീരീസ് LCR സർക്യൂട്ട് ഈസ് കണക്റ്റഡ്. LCR ആണ് പറഞ്ഞിട്ടുള്ളത്. ടു ആൻ AC സോഴ്സ് ഓഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ F എന്നാണ് എടുക്കുന്നത്. അത് 50 ഹേർട്സ് എന്നാണ് തന്നിട്ടുള്ളത് കേട്ടോ. F ഈസ് ഈക്വൽ ടു 50 ഹേർട്സ്. ഇനി ഇവർ ബ്രാക്കറ്റിൽ R തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് 20 ഓം. L തന്നിട്ടുണ്ട്, ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട് 1.5 ഹെൻറി. ഇനി കപ്പാസിറ്ററിൻ്റെ തന്നിട്ടുണ്ട് 35 മൈക്രോ ഫാരഡേ. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് കുറേ യൂണിറ്റുകൾ പഠിക്കാൻ പറ്റിയില്ലേ? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹേർട്സ്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓം. ഇനി ഹെൻറി എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഹെൻറി. ഇനി ഫാരഡേ എന്ന് പറഞ്ഞാൽ അത് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് പഠിക്കുക, നമുക്ക് 1 മാർക്കും ചോദിക്കാം. ഇതൊക്കെ തന്നൊരു ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ ഇംപീഡൻസ് ഓഫ് ദ സർക്യൂട്ട്. ഇംപീഡൻസ് എന്താണ്? ഈ ഇംപീഡൻസിൻ്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. സോ ഇംപീഡൻസ് ആണ് Z. അതിൻ്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. √R² പ്ലസ് Lω മൈനസ് 1/Cω ദ ഹോൾ സ്ക്വയർ. ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ നമുക്ക് R നമുക്കറിയാം, ഓക്കെ, L നമുക്കറിയാം, C നമുക്കറിയാം, പക്ഷേ ഒമേഗ അറിയില്ല. ഒമേഗ ഇത് W അല്ല, ഒമേഗയാണ്. സോ ഒമേഗ കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഒമേഗ ഈക്വൽ 2πf ആണ്. അറിയാത്തവർ ഇപ്പോൾ പഠിക്കുക. F നമുക്ക് തന്നിട്ടുണ്ട് 50 ഹേർട്സ്. അപ്പോൾ R ഉണ്ട്, L ഉണ്ട്, C ഉണ്ട്. ഈ F വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒമേഗ. സോ ഒമേഗ ഈക്വൽ ടു 2 ഇൻറ്റു പൈ ഇൻറ്റു ഫ്രീക്വൻസി എത്ര തന്നിട്ടുള്ളത്? 50 ഹേർട്സ്. 50 അപ്പോൾ കിട്ടും 100 പൈ എന്ന് കിട്ടും. 100 പൈ ആണ് ഒമേഗ. ഇതൊക്കെ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ കുറച്ച് കൺവേർഷൻസ് എന്നുള്ളത് ഈ മൈക്രോ ഫാരഡേനെ മാറ്റണം. കപ്പാസിറ്റൻസ് 35 മൈക്രോ ഫാരഡേ എന്നാണ്. അതിനെ മാറ്റുമ്പോൾ ഇങ്ങനെ മൈക്രോ വന്നാൽ 10⁻⁻6 ആണ് കേട്ടോ. അപ്പോൾ വെറും ഫാരഡേ എന്നാവും. സോ എവിടെയെങ്കിലും നിങ്ങൾക്ക് മൈക്രോ ഇങ്ങനെ ഉണ്ടെങ്കിൽ 10⁻6 ആണ്. ഇനിയിപ്പോൾ മില്ലി ആണെങ്കിൽ 10⁻³ ആണ് കേട്ടോ. 10⁻³ മറക്കണ്ട. മൈക്രോ ആണെങ്കിൽ 10⁻6. ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. റെസിസ്റ്റൻസ് 20 ഓം ഓക്കെയാണ്. L 1.5 ഹെൻറി. ഇൻഡക്റ്റൻസ് അത് ഓക്കെയാണ്. കപ്പാസിറ്റൻസ് മാത്രമേ മാറ്റാനുള്ളൂ. ഒമേഗയും കണ്ടുപിടിച്ചു. ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. സോ ഇംപീഡൻസ് ഈക്വൽ ടു √R². റെസിസ്റ്റൻസ് ആണ്. R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 20 ഓം എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ സ്ക്വയർ
പ്ലസ് എൽ ഒമേഗ, എല്ലിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. എൽ വന്നിട്ടുണ്ട് 1.5 ഹെൻറി, എൽ ഇൻറ്റു ഒമേഗ 100 പൈ ആണ്, മൈനസ് 1/c ഒമേഗ. സി നമുക്ക് കിട്ടി 35 ഇൻറ്റു 10⁻⁻6 ആണ്, ഇൻറ്റു ഒമേഗ തന്നിട്ടുണ്ട് 100 പൈ ആണ്. ഇങ്ങനെ ഇത്രയും നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ മാർക്കാണ്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ബാക്കി ചെയ്യാതെ അതാണ് അടുത്ത ടാസ്ക് നമുക്കുള്ളത്. നിങ്ങൾക്ക് റൂട്ട് ഇട്ട് കൊടുക്കാം, 20യുടെ സ്ക്വയർ എഴുതാം. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്യാം, 1.5 ഇൻറ്റു 100 പൈ എന്നുള്ളത് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് 35ഉം 100 പൈയും കൂടി ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ സംഭവങ്ങളൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു 10⁻⁻6 എന്ന് കൊടുക്കുക. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 1.5 ഇൻറ്റു 100 എന്ന് കൊടുക്കാം. അപ്പോൾ 150 പൈ എന്ന് വരും. 1.5 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 150 പൈ എന്ന് വരും. ഇനി ഇവിടെ 35 ഇൻറ്റു 100 പൈ എന്ന് വരും. അപ്പോൾ 1/3500 അത്രയും പൈ ഇൻറ്റു 10⁻⁻6 എന്ന് വരും. ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു 1 ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ഈ ഭാഗം. പിന്നെ ഈ 400ഉം കൂടി പ്ലസ് ചെയ്താലാണ് അതിൻ്റെ ആൻസർ കിട്ടുക. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എന്നിട്ട് ലാസ്റ്റ് റൂട്ടും കൂടി കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുണ്ട്, ഇതേ ഇൻറ്റു ഇത് ചെയ്യുക, 1 ഇൻറ്റു 1 ചെയ്യുക, ഇതേ ഇൻറ്റു ഇത് ചെയ്യുക. ഇനി അതിൻ്റെ ഈ കിട്ടിയ ആൻസറിൻ്റെ കൂടെ 400 പ്ലസ് ചെയ്ത് റൂട്ട് കണ്ടാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആൻസർ വരിക 380.62 എന്നാണ്. ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ. കാൽക്കുലേറ്ററിലൊക്കെ ചെയ്യുക എല്ലാവരും, കൈയോടൊക്കെ ചെയ്യാൻ നിന്നാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നാൽ കുറേ സമയം പോകും. സോ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കോ. കാൽക്കുലേറ്റ് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഓഫ് ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസ് 100 മില്ലി ഹെൻറിന്ന് തന്നിട്ടുള്ളത്. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാണ്, ഹെൻറിയിലാണ്, പക്ഷെ മില്ലി ഹെൻറി ആണ്. അപ്പോൾ നമുക്കതിനെ കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടി 100 ഇൻറ്റു 10⁻³ അത്രയും ഹെൻറിന്നാക്കി. പിന്നെ കറണ്ട് ഓഫ് 2 ആംപിയർ, ഐ തന്നിട്ടുണ്ട് 2 ആംപിയർ. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? എനർജി സ്റ്റോർഡ്. അപ്പോൾ എൽ തന്നു, ഐ തന്നു, എല്ലും ഐയും തന്നിട്ട് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടറാണ്. ഇതൊരു ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇത് 6ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടറിൻ്റെ ഡെറിവേഷൻ പഠിക്കണം. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഇവിടെ നമുക്കിപ്പോൾ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടറാണ് യു. അതിൻ്റെ ഇക്വേഷൻ ½ Li² ആണ്. സോ യു ഈക്വൽ ടു ½ L ഇട്ട് കൊടുക്കാം. L 100 ഇൻറ്റു 10⁻³ ആണ്. L I 2 ആണ്. 2ൻ്റെ സ്ക്വയർ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാം. 100ൻ്റെ ഹാഫ് എടുക്കാം 50, 2ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു 10⁻³ എന്ന് വരും. 50 ഇൻറ്റു 4 കൊടുത്താൽ നിങ്ങൾക്ക് 200 ഇൻറ്റു 10⁻³ എന്ന് വരും. ഓക്കെ, ഇതിപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടറാണ്. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ. അപ്പോൾ 50 ഇൻറ്റു 4 ചെയ്തിട്ട് 200 ഇൻറ്റു 10⁻³ അത്രയും ജൂൾ എന്ന് എഴുതാം. എനർജി ഒക്കെ ആകുമ്പോൾ ജൂളിലാണ് പറയുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പൊസിഷൻസ് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് 0.2 എന്ന് എഴുതിയിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ 10⁻³ അങ്ങോട്ട് പോകും. സോ 0.2 ജൂൾ എന്നും എഴുതാം. രണ്ടും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് അടുത്ത ചോദ്യം. എ സീരീസ് LCR സർക്യൂട്ട് ആർ യൂസ്ഡ് ഫോർ ട്യൂണിങ് റേഡിയോ സ്റ്റേഷൻസ്. റേഡിയോ സ്റ്റേഷൻസിന് വേണ്ടിയിട്ടാണ്. LCR എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LCR നിർബന്ധമായിട്ടും പഠിക്കണം. താഴെ വാട്സപ്പ് ഗ്രൂപ്പ്, ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ LCR ഡെറിവേഷനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. LCR സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് റേഡിയോ സ്റ്റേഷൻസിനാണ്. ഇതേ ക്വസ്റ്റ്യൻ ഇതാണ്. അറ്റ് വാട്ട് കണ്ടീഷൻ, എപ്പോഴാണ്, അറ്റ് വാട്ട് കണ്ടീഷൻ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? XL ആണ്. ആൻഡ് കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് അത് XC ആണ്. ഓഫ് എ സീരീസ് LCR സർക്യൂട്ട് ബിക്കം ഈക്വൽ. ഇത് രണ്ടും എപ്പോഴാണ് ഈക്വൽ ആവുക? XL ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ XL ആണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ XC ആണ്. ഇത് രണ്ടും ഈക്വൽ ആവുന്ന കണ്ടീഷൻ എപ്പോഴാണ്? റെസനൻസിലാണ്. ഇതിൻ്റെ ആൻസർ അറ്റ് റെസനൻസ് എഴുതിയാൽ മാർക്കായി. എപ്പോഴാണ് ഇവർ രണ്ടാളും ഈക്വൽ ആവുക? അറ്റ് റെസനൻസ്. റെസനൻസിൻ്റെ സമയത്ത് XLഉം XCയും ഈക്വൽ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് സർക്യൂട്ട് ഇൻ ദ എബവ് കണ്ടീഷൻ. ഈ സമയത്ത് ഉണ്ടാകുന്ന ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസിയുടെ ഡെറിവേഷൻ. അപ്പോൾ 2 മാർക്കിൻ്റെയാണ്. റെസനൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
റെസനൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, ഇതാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് ബിക്കം ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ആവും. എക്സ് എല്ലിൻ്റെ ഇക്വേഷൻ എൽ ഒമേഗയാണ്, എക്സ് സിയുടെ ഇക്വേഷൻ 1/c ഒമേഗയാണ്. ഈ രണ്ട് ഒമേഗകൾ നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ ഒമേഗ ഇൻറ്റു ഒമേഗ, ഇതിനും ഇങ്ങോട്ട് കൊടുന്നാൽ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1/L താഴത്തേക്ക് കൊടുന്നാൽ 1/LC എന്നായി. ഇനി ഒമേഗ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഇത് ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ഒമേഗ കാണാൻ √1/LC എന്ന് വരും. ഒമേഗ കാണാൻ, ഇതിപ്പോൾ ഒമേഗ സ്ക്വയർ ആണെങ്കിൽ ഒമേഗ കാണാൻ എന്താ ചെയ്യുക? റൂട്ട് കൊടുക്കുക. ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു 2πf ആണ് ഒമേഗ. സോ 1/√1/LC. ഇതിന് എഫ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഫ്രീക്വൻസി 2π താഴത്തേക്ക് ഇട്ടാൽ ഫ്രീക്വൻസി ഈക്വൽ ടു 1/2π√1/LC. ഇതാണ് ഫ്രീക്വൻസി കേട്ടോ. ചോദിക്കുന്നത് ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ എബോവ് കണ്ടീഷൻ. ഫ്രീക്വൻസി കിട്ടി 1/2π√1/LC. ഈ ഇക്വേഷനും ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ടും ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെന്താ ചോദ്യം? റെസനൻസ് ഫ്രീക്വൻസി ഡെറൈവ് ചെയ്യാനാണ്. ഡെറൈവ് ദർ എക്സ്പ്രഷൻ ഫോർ റെസനൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് ഈക്വൽ ആവുക, ഒമേഗ അതിൽ നിന്ന് 2πf, എഫ് കണ്ടുപിടിക്കുക. അതിൽ തന്നെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും കൂടിയുണ്ട്. എ സീരീസ് LCR സർക്യൂട്ട് ഹാസ് ഇൻഡക്റ്റൻസ്. L തന്നു, C തന്നു. ഇതിപ്പോൾ L ഇതാ 1 മില്ലി ഹെൻറി ആണ്. കപ്പാസിറ്റൻസ് ഇതാ 1 നാനോ ഫാരഡേ ആണ്. പറഞ്ഞിരിക്കുക ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഹെൻറി. ഇത് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഹെൻറി, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഫാരഡേ. മറക്കരുത്. വാട്ട് ഇസ് ഇറ്റ്സ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ LCR ആണ്. LCRൻ്റെ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ കിട്ടി. എഫ് ഈക്വൽ ടു 1/2π√1/LC. 1/2π√1/LC. ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുത്താൽ ആൻസർ ആവും കേട്ടോ. സോ ഫ്രീക്വൻസി ഈക്വൽ ടു 1/2π√1/L ഇൻറ്റു C. L എന്നിട്ട് C തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ ഇതിനൊക്കെ മാറ്റണം. മില്ലി ഹെൻറി ആണെങ്കിൽ 1 × 10⁻³ ചെയ്യണം. മില്ലി ആണെങ്കിൽ 10⁻³ നാനോ ആണെങ്കിൽ 10⁻⁹. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. മില്ലി ആണെങ്കിൽ ഇൻറ്റു 10⁻⁻3, നാനോ എന്ന് വരികയാണെങ്കിൽ ഇൻറ്റു 10⁻⁹, മൈക്രോ എന്ന് വരികയാണെങ്കിൽ 10⁻⁻6 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 1 മില്ലി ആണ്. അപ്പോൾ 1 × 10⁻⁻³ ആണ് L കൊടുക്കേണ്ടത്. 1 × 10⁻⁻3 10⁻⁻³ തന്നെ. ഇനി L ഇൻറ്റു C എന്ന് പറയുന്നത് ഇതാണ് നാനോ ഫാരഡ്. അപ്പോൾ 1 × 10⁻⁻9 എന്ന് പറഞ്ഞാൽ 10⁻⁻9 തന്നെ. ഇതങ്ങോട്ട് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഓൾമോസ്റ്റ് വരിക 159 × 10⁻³ ഹേർട്സ് എന്നുള്ളൊരു വാല്യൂ വരും. ചെയ്ത് നോക്കുക, എല്ലാവരും കിട്ടുന്നില്ലേ നോക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, 1/, കിട്ടിയ ആൻസർ നോക്കുക, അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇൻറ്റു 1/2π ചെയ്താൽ ആൻസർ വരും. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് ആയി. അപ്പോൾ എല്ലാവരും ഇക്വേഷൻ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലൊക്കെ തന്നെ മാർക്കാണ്. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഇപ്പം കയ്യിൽ വെക്കുക, അതിൽ നിന്നുള്ള സെക്ഷൻ ചെയ്യുക കേട്ടോ. അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ടെലിസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഓഫ് ഡിസ്റ്റൻറ്റ് ഒബ്ജെക്റ്റ്. ടെലിസ്കോപ്പ് എന്തിനാണെന്ന് പറഞ്ഞു അവർ. കാൽക്കുലേറ്റ് മാഗ്നിഫയിങ് പവറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ട്യൂബ് ലെങ്ത് ഓഫ് ടെലിസ്കോപ്പ്. മാഗ്നിഫയിങ് പവർ, ആദ്യം നിങ്ങൾക്ക് മാഗ്നിഫയിങ് പവറാണ്. ഒരു ടെലിസ്കോപ്പിൻ്റെ അറിഞ്ഞിരിക്കുക, ഒരു ടെലിസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ FO/FE ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് FO എന്ന് പറഞ്ഞാൽ എന്താ? ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ഡിവൈഡഡ് ബൈ ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ്. ഇതാണ് ഇക്വേഷൻ കേട്ടോ. ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവും ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസും. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? മാഗ്നിഫയിങ് പവറും രണ്ടാമത്തെ ട്യൂബ് ലെങ്ത് ഓഫ് ടെലിസ്കോപ്പുമാണ്. ട്യൂബ് ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ട്യൂബിൻ്റെ നീളം, ഒരു ടെലിസ്കോപ്പിൻ്റെ ട്യൂബ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി പ്ലസ് ചെയ്യാം, FO+FE. ഇത്രയാണ്. ഈ രണ്ട് ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, മാഗ്നിഫയിങ് പവറും ട്യൂബ് ലെങ്ത്തും ടെലിസ്കോപ്പിൻ്റെ കേട്ടോ. ഇവിടെ ഇതൊക്കെ തന്നിട്ടുണ്ട് ഓൾറെഡി. ട്യൂബ് ലെങ്ത് ഓഫ് ടെലിസ്കോപ്പ് ഹാവിങ് ഒബ്ജക്റ്റീവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 100 cm. കണ്ട, ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്.
ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് FO തന്നിട്ടുണ്ട് 100 cm. ആൻഡ് ഐ പീസ് എന്ന് പറഞ്ഞാൽ FE തന്നിട്ടുണ്ട് 1. അപ്പോൾ FO എന്ന് പറഞ്ഞാൽ 100ഉം ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ള സംഭവങ്ങളാണ്. FO തന്നിട്ടുണ്ട് 100 എന്നും ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ്, ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് തന്നിട്ടുണ്ട് 1 എന്നും. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ FOയുടെ അവിടെ 100, FEയുടെ അവിടെ 1. സോ 100/1 എന്ന് പറഞ്ഞാൽ 100 ആണ് മാഗ്നിഫയിങ് പവർ. ട്യൂബ് ലെങ്ത് ആണ് രണ്ടും കൂടി കൂട്ടുക. 100 + 1 101 cm ആണ് ട്യൂബ് ലെങ്ത്. ഇത്രേ ഉള്ളൂ. ഇക്വേഷൻ അറിയാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. സിമ്പിളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. സർക്കുലർ കോയിൽ ഓഫ് വയർ കൺസിസ്റ്റിംഗ് ഓഫ് 100 ടേൺസ്. സർക്കുലർ കോയിൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഒന്നാണ്. നോക്കി വെക്കാം. ഒരു സർക്കുലർ കോയിൽ ഉണ്ട് കൺസിസ്റ്റിംഗ് ഓഫ് 100 ടേൺസ്. അപ്പോൾ N തന്നിട്ടുണ്ട് 100. ഈച്ച് ഓഫ് റേഡിയസ് 8.0 cm. റേഡിയസ് തന്നിരിക്കുന്നു 8.0 cm. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം കേട്ടോ. 8/100 ചെയ്താൽ മതി, അല്ലെങ്കിൽ 8 × 10⁻² എന്ന് എഴുതിയാലും മതി. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ × 10⁻². പഠിച്ചു വയ്ക്കാം. കറണ്ട് ഓഫ് 0.40 ആംപിയർ. അപ്പോൾ I തന്നിട്ടുണ്ട് 0.40, 0.4 എന്ന് എടുത്താൽ മതി. അപ്പോൾ N തന്നു, റേഡിയസ് തന്നു, I തന്നു. I N R തന്നു. വാട്ട് ഇസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ കോയിൽ? ഇവിടെ ഒരു പ്രത്യേകത സർക്കുലർ കോയിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. സർക്കുലർ കോയിലാണ്, അതിൻ്റെ സെൻറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെൻറ്റർ ഓഫ് ദ കോയിലാണ്. സെൻറ്റർ ആണെങ്കിൽ, ഒരു സർക്കുലർ കോയിലിൻ്റെ സെൻറ്റർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. μ0 Ni/2R ആണ് കേട്ടോ. സെൻറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് എക്സ്പ്രഷൻ. ഇതൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറായി. μ0യുടെ വാല്യൂ 4π × 10⁻⁷ ആണ് μ0യുടെ വാല്യൂ. N നമുക്ക് തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ടേൺസ് 100. I തന്നിട്ടുണ്ട് 0.4. റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 8 × 10⁻². ഉണ്ടോ? N R I എല്ലാം തന്നിട്ടുണ്ട്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആൻസർ കിട്ടും. മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0.314 × 10⁻³ ആണ് വരിക കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ നമ്പേഴ്സൊക്കെ ആദ്യം ചെയ്യുക. 100 × 0.4, 2 × 8 അതൊക്കെ ചെയ്തിട്ട് ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 4π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഓരോരോ പീസുകളായിട്ട് ചെയ്യുക കേട്ടോ. പറഞ്ഞിരിക്കുക, ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷൻ വരെ ചെയ്താലും നിങ്ങൾക്ക് മാർക്കായി. ബാക്കി പിന്നെ കാൽക്കുലേറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അതിൻ്റെ മാർക്കും കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് ഈസ് ദ കപ്പാസിറ്റേറ്റീവ്? എന്താണ് കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ഇറ്റ്സ് വേരിയേഷൻ വിത്ത് ഫ്രീക്വൻസി ഓഫ് AC ഇൻ ഗ്രാഫ്. ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം? കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ റിയാക്ടൻസ് എന്താണെന്ന് ചോദിക്കണേ. കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് ആണ് XC, കപ്പാസിറ്ററിൻ്റെ റിയാക്ടൻസ്. അതിൻ്റെ ഇക്വേഷൻ 1/C⍵ ആണ്. 1/C⍵. അപ്പോൾ നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. സോ ഇത്ര എഴുതിയാൽ മതി. കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷനും പഠിച്ചു വെച്ചോ, റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൽ വാട്ട് ഈസ് കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന, കപ്പാസിറ്റർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ്. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ ഇൻ ആൻ AC സർക്യൂട്ട് എന്ന് എഴുതിയാൽ അതിൻ്റെ ഡെഫിനിഷനായിട്ടോ. എന്നിട്ട് ഇത് എഴുതാം, XCയുടെ എക്സ്പ്രഷനും എഴുതാം. അപ്പം എന്താ കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ്? കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ എക്സ്പ്രഷനും പഠിച്ചു വയ്ക്കുക. ഷോ ഇറ്റ്സ് വേരിയേഷൻ വിത്ത് ഫ്രീക്വൻസി ഓഫ് AC. കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ XCയും ഫ്രീക്വൻസിയും തമ്മിലുള്ള വേരിയേഷൻ ഗ്രാഫായിട്ട് വരയ്ക്കാൻ. അതായത് XCയും കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് ആണ്. കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് ആണ് XCയും ഫ്രീക്വൻസി Fഉം തമ്മിലുള്ള റിലേഷൻ. നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഇത് മുകളിലും ഇത് താഴെയാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? ഇങ്ങനെ കൊടുക്കാം. XC കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് ഇവിടെ, ഫ്രീക്വൻസി ഇവിടെ കൊടുത്താൽ ഇങ്ങനെ വരും കേട്ടോ. അറിഞ്ഞിരിക്കുക. ഒരു അപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ് ആ ഒരു ചോദ്യം.
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ കപ്പാസിറ്റർ മാർക്ക്ഡ് 10 microfarad 25 voltage is uncharged by connecting to a voltage of 10 voltage. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു കപ്പാസിറ്ററിന് 10 മൈക്രോഫാരഡേ ഉണ്ട്. അതായത് കപ്പാസിറ്റർ ആണ് 10 മൈക്രോഫാരഡേ. നമുക്ക് കൺവേർട്ട് ചെയ്യാം. 10 ഇൻറ്റു മൈക്രോ ആണെങ്കിൽ എന്താ ചെയ്യുക? 10⁻⁻6 അത്രയും ഫാരഡേ. ഇപ്പോൾ ഇതെന്താവും? 10⁻⁻6ഉം 10ഉം കൂടി ഇപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ടാവും. -6ഉം 1ഉം കൂട്ടിയാൽ -5 എന്ന് വരും. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസ് കിട്ടി. ഇനി ഒരു പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് കപ്പാസിറ്റർ മാർക്ക് 10 മൈക്രോഫാരഡ് 25 വോൾട്ടേജ് ഇസ് ചാർജ്ഡ് ബൈ കണക്റ്റിംഗ് ഇറ്റ് ടു എ വോൾട്ടേജ് ഓഫ് 10 വോൾട്ടേജ്. അപ്പോൾ ഒരു കണക്ട് ചെയ്തിട്ടുള്ള വോൾട്ടേജ് 10 കണക്റ്റഡ് വോൾട്ടേജ് 10. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. വേർ ഡു കപ്പാസിറ്റർ സ്റ്റോർ എനർജി? രണ്ട് ചോദ്യമുണ്ട്. ഒന്ന് എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്ററാണ്. ശ്രദ്ധിക്കണേ, എനർജി സ്റ്റോർഡിൻ്റെ ഇൻഡക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതെന്താണ്? എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്റർ. അതിൻ്റെ എക്സ്പ്രഷൻ ½ CV² ആണ് കേട്ടോ. നേരത്തെ ½ LI² ആണ് ഇൻഡക്ടർ വന്നപ്പോൾ. ഇത് കപ്പാസിറ്റർ ആണ്. സോ ½ CV². സോ ½ ഇൻറ്റു C നമുക്ക് കിട്ടി 10⁻⁻5 ഫാരഡ്. വോൾട്ടേജ് നമുക്കറിയാം 10ൻ്റെ സ്ക്വയർ ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 10ൻ്റെ സ്ക്വയർ 100 ആണ്. 100ൻ്റെ പകുതി കാണും 50. അപ്പോൾ 50 ഇൻറ്റു 10⁻⁻5 എന്ന് എഴുതിയാലും മതി. അത്രയും ജൂളിന് എഴുതിയാലും മതി. അപ്പോൾ ഇതാണ് എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ. ഇനി അവിടെ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. വേർ ഡു കപ്പാസിറ്റർ സ്റ്റോർ എനർജി? എവിടെയാണ് കപ്പാസിറ്റേഴ്സ് എനർജി സ്റ്റോർ ചെയ്യുന്നതെന്ന് അറിയോ? അവർ സ്റ്റോർ ചെയ്യുന്നത് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡാണ്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലാണ്. ഇതാണ് അതിൻ്റെ ആൻസർ. ഇലക്ട്രിക് ഫീൽഡിലാണ് അവർ എനർജി സ്റ്റോർ ചെയ്യുന്നതെന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡബിൾ കോൺവെക്സ് ലെൻസ് ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ 10 സെൻറ്റിമീറ്റർ ആൻഡ് 15 സെൻറ്റിമീറ്റർ. രണ്ട് റേഡിയസ് ഉണ്ട്. ഡബിൾ കോൺവെക്സ് ലെൻസ് ആണ്. നമ്മുടെ കയ്യിൽ 2 കോൺവെക്സ് ലെൻസുകളാണ് ഉള്ളത്. അപ്പോൾ ഒന്നിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 10ഉം മറ്റേതിൻ്റെ -15ഉം. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഇതിൻ്റെ 10 ഇതിൻ്റെ 15 തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് R1 10, അതിങ്ങോട്ടേക്കാണ് റേഡിയസ് ഓഫ് കർവേച്ചർ വരിക. സോ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എടുക്കാം. അപ്പോൾ ഇവിടെ 2 കോൺവെക്സ് ലെൻസ് എന്ന് എടുത്തോ. ഓക്കെ, 2 കോൺവെക്സ് ലെൻസ്. റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് തന്നിട്ടുള്ളത്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ 6 ആണ്. രണ്ടാളുടെയും തന്നിട്ടുണ്ട്, R1ഉം R2. ഒരാളുടെ 10ഉം മറ്റാളുടെ 15ഉം. അപ്പോൾ 10 ഇങ്ങോട്ടേക്കും 15 ഇങ്ങോട്ടേക്കാണ്. സോ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവാണ്. സോ 10 പോസിറ്റീവ് എന്ന് എടുക്കുക, അത്രയും സെൻറ്റിമീറ്റർ. മറ്റേത് നെഗറ്റീവ് എന്ന് എടുത്തിരിക്കണം. പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ R1ഉം R2ഉം കിട്ടി. ഹാവ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 12 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് 12 ആണ്. ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവാണ്. കോൺവെക്സ് ലെൻസ് എന്ന് തന്നാൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് +12 ആണ്. ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതാ ഇത്രയും സംഭവങ്ങൾ നമുക്ക് തന്നു. റേഡിയസ് ഓഫ് കർവേച്ചർ R1ഉം R2ഉം Fഉം തന്നിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവരൊക്കെ തമ്മിൽ വരുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിലാണ്. 1/F = N-1 ഇൻറ്റു 1/R1 - 1/R2. ഇതിലെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫോക്കൽ ലെങ്ത് 12ഉം തന്നു. N നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. N കണ്ടുപിടിക്കണം. F12 R1 R2 ഇട്ട് കൊടുത്തോ. 1/10ഉം -15. ഇത് ഇക്വേഷനിൽ മൈനസ്, R2 ഓൾറെഡി മൈനസാണ്. അപ്പോൾ ഇവിടെ എന്താവും? 1/12 = N-1 ഇൻറ്റു 1/10 പ്ലസ് നാവും ഇവിടെ 1/15. ഇനി ഇവിടെ 1/12 = N-1 ഇൻറ്റു ഇവിടെ ക്ലോസ് ചെയ്യാം. 1 × 15 15, 1 × 10 10, 15 × 10 150 വരും. അപ്പോൾ ഇവിടെ 1/12 = N-1 ഇൻറ്റു ഇവിടെ നമുക്ക് മുകളിൽ 10ഉം 15ഉം പ്ലസ് ചെയ്യുമ്പോൾ 25/150 വരും. ഓക്കെ, സോ 1/12 = N-1 ഇൻറ്റു നമുക്ക് കട്ട് ചെയ്യാം.
25ഉം 150. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് 150/25 ചെയ്ത് വെക്കേ. ആൻസർ 6 ആണ്. ഇത് നേരെ തിരിച്ചാണ്. സോ 1/6 എന്ന് കൊടുക്കാം. വലുതിൻ്റെ അവിടെ കൊടുക്കുക 6 എന്ന്. 1/6 നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? n ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ n-1 അവിടെ നിർത്തിക്കോ. ഇതൊക്കെ അങ്ങോട്ട് പോട്ടെ. 1 പോട്ടെ. ഈ 6 നേരെ മുകളിലേക്ക് കയറിയിട്ട് 6/12 എന്നാവും. ഈ 6 ഇങ്ങോട്ട് പോയി. 6/12 = n-1. ഈ 6/12 എന്ന് പറഞ്ഞാൽ അത് 1/2 ആണ്. അപ്പോൾ n-1 = 6/12 0.5 അല്ലെങ്കിൽ 1/2 അര, ഹാഫ് എന്നൊക്കെ പറയും. അപ്പോൾ n-1 = ഹാഫ് അല്ലെങ്കിൽ 0.5 എന്ന് ആൻസർ കിട്ടും. ഇതിന് n കാണാൻ 0.5ൻ്റെ കൂടെ -1 അങ്ങോട്ട് പോയാൽ +1. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് = 1.5 കേട്ടോ. ചെയ്ത് പഠിക്കുക എല്ലാവരും. ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടി. n = 1.5. അപ്പോൾ കുറേ ടൈപ്പ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. കുറച്ച് ഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. അപ്ലിക്കേഷനിലുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു തവണ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുക. അപ്പോൾ കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് ആദ്യത്തെ 4 പാഠം. ഇതിൽ 3ാമത്തെ ചാപ്റ്ററിന് അധികം വരാറില്ല. 4 ചാപ്റ്റർ, പിന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, റേ ഒപ്റ്റിക്സിൽ നിന്നാണ് കൂടുതൽ ന്യൂമറിക്കൽസ് വരിക. അതൊക്കെ നോക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് നിർബന്ധമായിട്ടും പഠിക്കണം. 15 എണ്ണം. താഴെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും.